ജിയോജിത്ത് നിലവിൽ ഇപ്പോൾ ഫീനക്സ് മിൽസിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. മുൻപ് ഒരു ഹോൾ റേറ്റിംഗ് ആയിരുന്നു നൽകിയത്. നിലവിൽ അതിൽ ഒരു സ്റ്റാൻസിൽ നിലവിൽ ഇപ്പോൾ ജിയോജിത്ത് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസായിട്ട് 1996 രൂപയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1757 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഫീനക്സ് മിൽസിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു സ്റ്റാൻസിൻ്റെ, അതായത് പൊസിഷന് ചേഞ്ച് ചെയ്യാനുള്ള കാരണമായിട്ട് ജിയോജിത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിലവിലിപ്പോൾ ഫിനാക്സ് മിൽസ് പരിശോധിക്കുമ്പോൾ 2026 സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 21% ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഒരു റവന്യൂ ഒക്കെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എബിഡ ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 28.8% ഒരു ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ്, ശക്തമായിട്ടുള്ള ഒരു റീറ്റെയിൽ കൺസംഷൻ കമ്പനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ റെസിഡൻഷ്യൽ സെയിൽസ് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വർധനവും കമ്പനിക്ക് പിന്തുണയേകിയിരിക്കുന്നു എന്നൊരു കാഴ്ചയാണുള്ളത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പുതിയ ഒരു റീറ്റെയിൽ സ്ട്രാറ്റജി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. കൂടാതെ പുതിയതായിട്ടുള്ള റീറ്റെയിൽ റെസിഡൻഷ്യൽ സെയിൽസിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെ കമ്പനി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടും ഉണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഗോർമിറ്റ് വില്ലേജ് കൺസെപ്റ്റ് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിലൊക്കെ തന്നെ ഇതിലും ഒരു പ്രീസെയിൽസും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ലാർജ് പ്രൊഡക്റ്റുകളുടെ ഒരു പൈപ്പ് ലൈൻ നോക്കുകയാണെങ്കിൽ ലോങ് ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ലാർജ് പ്രൊജക്റ്റുകളും നിലവിൽ ഇപ്പോൾ ഫിനക്സ് മിൽസ് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. കമ്പനിയുടെ ഗ്രോത്ത് വിസിബിലിറ്റി പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ലോങ് ടേമിലേക്ക് ഇത് കമ്പനിക്ക് ശക്തമായിട്ടുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലും നൽകുന്നു എന്നൊരു വ്യൂ പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ ജിയോജിത്ത് പങ്കുവച്ചിരിക്കുന്നത്.